എല്ലാ കൂട്ടുകാർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിളിമീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ കുറച്ച് തളുതളാന്ന് കിടക്കുന്ന മീൻ, ഒത്തിരി കട്ടിയൊന്നുമില്ല, വറക്കാനാണ് നല്ലത് കൂടുതൽ. അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ അടുത്ത് കറി വെക്കാമെന്ന് വെച്ച് മുളകിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതിനെ ചെറിയ പീസാക്കി ഒരു 2 പീസാക്കിയിട്ട് അതിനെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഇടാനായിട്ട് വേണ്ടത് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കറിവേപ്പില. ഇത്രയും കാര്യങ്ങൾ മതി. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ അതിനെ ഒന്ന് വാടണം. അപ്പോൾ അത്രയും സമയം വരെ ഇരുന്ന് അതൊന്ന് സോഫ്റ്റ് ആയെന്ന് കാണുമ്പോൾ അതിലേക്ക് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്, ഇത്തിരി എരിവില്ലാത്തത്. അതും പിന്നെ ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയും മാത്രമേ മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം പോയി അതൊരു നല്ലൊരു കളറൊക്കെ ആവുന്നിടം വരെ അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തീ കുറച്ചിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതിനെ നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണം, നല്ലപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ. അങ്ങനെ വെട്ടി തിളച്ച ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച ഉടനെ ഇടണമെന്നില്ല, ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ തിളയ്ക്കുമ്പോഴത്തേക്കാണ് അതിനകത്തെ ആ പുളി അതെല്ലാം ഒന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് നല്ലപോലെ തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് തീ ഉറക്കണ്ട കേട്ടോ, തീ ഫുൾ തന്നെ ഇരിക്കട്ടെ. ഇനി ആ മീൻ കിടന്ന് അങ്ങനെ തന്നെ ഒന്ന് നല്ലപോലെ തിളയ്ക്കണം. അപ്പോൾ അങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു അടപ്പെടുത്തിട്ട് അതിനെ അടച്ചു വെച്ച് തീ കുറച്ചിടാം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ, ഒത്തിരി നേരമൊന്നും വേണ്ട. അപ്പോൾ ആ സമയം കൊണ്ട് അതൊന്ന് കുറച്ചൊന്ന് പറ്റി നല്ലപോലെ ഒന്ന് മീൻ വെന്തിട്ടുണ്ടാവും. അപ്പം ഇനി എന്താ, എനിക്ക് അതിൻ്റെ ഒന്നും ഈ മീൻ ഒത്തിരി കട്ടിയില്ല കേട്ടോ. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അപ്പോൾ സൂക്ഷിച്ചിളക്കണം. അപ്പോൾ ഒരു പൊടിക്കും കൂടെ എനിക്ക് ഒന്നുകൂടെ കുറുകി കിട്ടണം, ഒത്തിരി ചാറ് വേണ്ട. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്, അതിന് വേണ്ടി ഒരു കുറച്ച് അതിൻ്റെ അടപ്പ് മാറ്റി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തീ കുറച്ച് തന്നെ ഇട്ടും. അപ്പോഴത്തേക്കും ഇതാ വേഗം തന്നെ അതിൻ്റെ ചാറൊക്കെ പറ്റി നല്ല കുറച്ചുകൂടെ കട്ടിയായിട്ട് വന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി, 1 ടീസ്പൂണോളം മതി. അങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കിളിമീൻ മുളകിട്ടത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ എടുക്കാനായിട്ട് ഇത് കുറച്ച് നല്ല സ്പൈസിയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ കപ്പയ്ക്കും ഒക്കെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഇന്ന് രാത്രിയിൽ വെച്ചെങ്കിൽ പിറ്റേ ദിവസത്തേക്കായിരിക്കും ഇനി അടിപൊളിയായിട്ടുണ്ടാവുക. അപ്പോൾ ഇനി കിളിമീനൊക്കെ കിട്ടുമ്പം പിന്നെ പിള്ളേർക്ക് കൊടുക്കുമ്പം എടുത്ത് കൊടുക്കണം കേട്ടോ, കാരണം ഇതിന് നല്ല മുള്ളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഫ്രഷ് മീനിൻ്റെ നല്ല ഭാഗങ്ങൾ എടുത്ത് കൊടുക്കേണ്ടി വരും, കാരണം കൊച്ചു പിള്ളേർക്ക് കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, നല്ലൊരു അടിപൊളി മീൻ മുളകിട്ടത് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.